നന്ദൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അമ്മുന്റെയും നന്ദുന്റെയും ബർത്ത്ഡേക്ക് കൊടുത്തൊരു സർപ്രൈസ് ആണ് കേട്ടോ. ബർത്ത്ഡേയുടെ 2 ദിവസം മുമ്പ് ഒന്ന് വീട്ടിലേക്ക് പോയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു കേക്ക് മുറിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അവിടെ ചപ്പയും അമ്മാമ്മയൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഉച്ച സെലിബ്രേഷന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. സർപ്രൈസ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്തവണ ബർത്ത്ഡേക്ക് 12 മണിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. മക്കൾ ഉറങ്ങിക്കഴിഞ്ഞ് ഹാളിൽ ഞങ്ങൾ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞപ്പോഴേക്കും അവർ വിളിച്ചു. അമ്മുനന്ദു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് വരും, ഒരു സർപ്രൈസ് ഉണ്ട്. ആദ്യം തന്നെ ഒരു അമ്പരപ്പായിരുന്നു. പിന്നെ ഗിഫ്റ്റ് ഒക്കെ ചെന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് കട്ട് ചെയ്തു. കേക്ക് ഇവിടെ തൊട്ടടുത്ത് നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് C4 കേക്ക്സിൽ നിന്നാണ് കേട്ടോ അമ്മുന്റെ നന്ദിന്റെ ബർത്ത്ഡേക്ക് കേക്ക് ഓർഡർ ചെയ്യാറുള്ളത്. സൂപ്പർ ടേസ്റ്റ് ആണ്. അതിനുശേഷം സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യുന്ന തിരക്കായിരുന്നു കേട്ടോ. 13 വയസ്സായതുകൊണ്ട് തന്നെ 13 ഗിഫ്റ്റ് അടങ്ങുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു കേട്ടോ. അതും C4 കേക്ക്സിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. അതിൽ വേണ്ട ഐറ്റംസ് ഒക്കെ പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു. യൂക്കലേല, ഗിറ്റാറിന് പോലുള്ള ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ആണ്. അത് മക്കൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അവർ പാട്ട് പഠിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഓർഡർ ചെയ്തത്. ഗിഫ്റ്റൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമായിരുന്നു കേട്ടോ. അത് കാണുന്നത് തന്നെയാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഇത്തവണ പതിവിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, മക്കളുടെ പിറന്നാൾ വരുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ്. അന്ന് അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിക്കും. പക്ഷെ
സ്കൂളിലേക്കുള്ള സെലിബ്രേഷനും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും ഒക്കെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് ചെയ്യാറ്. ബർത്ത്ഡേയുടെ ദിവസം അമ്മൂന് നന്ദനും കുറച്ച് ഗിഫ്റ്റ് കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിമാരും അതുപോലെ തന്നെ അമ്മൂൻ്റെ നന്ദൻ്റെ ഫ്രണ്ട്സും ഒക്കെ കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് കൊടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ സമ്മാനമാണെങ്കിൽ പോലും അത് നമുക്ക് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.